ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. നമ്മൾ ഹീറോയിൻ്റെ പേരാണ് മിയ. ജഹപ്പ് ഒരു പ്രൊഫസറാണ്. നമ്മൾ മിയ പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്നതാണ്. അതെ, നമ്മളെ മിയ. ഓക്കെ, നമുക്ക് സ്റ്റോറി ഇട്ട് പോവായിട്ട് നോക്കാം. എടി മിയ, എന്താ മമ്മി? എടി, നിനക്കിപ്പോൾ സ്കൂൾക്ക് പോകണ്ടേ എന്ന് പറയണം. മോം, സ്കൂൾ പറഞ്ഞ് ഭയങ്കര ടോർച്ചറാണ് മോം എന്നെ പറയണം മിയ. മിയ പറഞ്ഞേക്ക്, സ്കൂൾക്ക് പോകണം, അതൊക്കെ ലേറ്റായി മിയ എന്നെ പറയണം. മിയ പറയണം മോം, എനിക്കിപ്പോൾ കോളേജെല്ലാം സ്കൂളെല്ലാം കഴിഞ്ഞു മോം. എന്നെ നെക്സ്റ്റ് കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നതാ, ഇത് ഫൈനലാണ് എന്ന് പറയണം. അതെ, ഇപ്പോൾ പരീക്ഷയാണ് മിയക്ക്, അതുകൊണ്ട് ക്ലാസ്സിന് പറയായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ മിയക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മിയ ഹാപ്പി ആയിട്ട് റെഡി ആയിട്ട് എക്സാം എഴുതാനോട് പറഞ്ഞ സന്തോഷത്തിൽ ഫൈനൽ എക്സാമാണ്. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ കോളേജ്. മിയക്ക് ഭയങ്കര, ഇപ്പം മിയക്ക് 17 വയസ്സ്, 17. ഞങ്ങൾ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിട്ട് ടെങ്കട്ട കാട്ടുള്ളിട്ട് ഹാപ്പി ആയിട്ട് ഓടിപ്പോകാൻ തുടങ്ങിയായിരുന്നു. നമ്മളെ മിയക്കൊച്ചക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെയായിട്ട് എക്സാം എഴുതി കഴിഞ്ഞു. ഫ്രണ്ട്സിനോട് പറഞ്ഞു, മാച്ചി ഹാപ്പി ആയിട്ടുണ്ട് എന്നെ പറയായിരുന്നു. നമ്മളെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ഹാൻഡ്സമായിട്ട് ഒരു ബോയ് പോകാൻ തുടങ്ങിയായിരുന്നു. മിയ നോക്കുമായിരുന്നു, സൈറ്റ് അടിക്കായിരുന്നു. മിയൊക്കെ പറഞ്ഞ സ്കൂൾ പഠിക്കുമ്പോഴാണ് മിയക്ക മേലെ ജഹബ് മേലെ ക്രഷ്. ജഹുവിൻ്റെ വീട് ഹീറോയുടെ അടുത്താണ് ഉള്ളത്. അതിനായിട്ട് ഹീറോയ്ക്ക് ജഹബിന് മേലെ ഓൾഡ് കണ്ണ് ക്രഷ് ഉണ്ട്. ജഹബ് പറഞ്ഞ ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ജഹബിന് സൈറ്റ് അടിക്കായിരുന്നു നമ്മുടെ മിയ സൈറ്റ് അടിച്ചുകൊണ്ടായിരുന്നു. അത് ജഹബ് അവിടെ നിന്ന് പോയായിരുന്നു. ജഹബ് പറഞ്ഞാൽ കോളേജ് പഠിക്കുന്നതാണ്. മിയ അവിടെ ജഹബിൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അനിയത്തി പറയുന്നത്, ചേട്ടാ പോവാന്ന്. ശരിടാ പോവാന്ന് പറഞ്ഞ് ജഹബ് അനിയത്തി വിളിച്ചോണ്ട് പോയായിരുന്നു. എന്ന് പറഞ്ഞ ഹീറോ നോക്കായിരുന്നു ജഹബിനെ. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഇപ്പോൾ കോളേജിൽ ഫസ്റ്റ് ഇയർക്ക് എത്തിയായിരുന്നു. അതിനായിട്ട് ഹീറോയി പറയുന്നു, മച്ചി കോളേജിൽ പോകണം. ഇപ്പോൾ ഹീറോയി മിയയുടെ മമ്മി പറയുന്നു, മിയ പറഞ്ഞേക്ക് നെക്സ്റ്റ് നീ ഇപ്പോൾ കോളേജിൽ പോകാൻ പഠിക്കും, കോളേജിൽ നീ ഫസ്റ്റ് പഠിച്ചോ എന്ന് പറ മോം. പറഞ്ഞേക്ക് മോം, കോളേജ് ഇപ്പം നിനക്ക് 18 വയസ്സായി, പറഞ്ഞേക്ക് മിയ. അമ്മ അത് പറഞ്ഞേക്ക് മിയ എന്ന് പറയണം. മിയ സാഡായിട്ട് കോളേജിലേക്ക് വന്നായിരുന്നു. കോളേജിൽ നോക്കും റാഗിങ് എല്ലാം ഉണ്ടായിരുന്നു. മിയക്ക് ഒരുപാട് ഭയങ്കര പേടിയായിരുന്നു. നമ്മുടെ ഇപ്പോൾ മിയക്ക് പറഞ്ഞാൽ 18 വയസ്സ്, ജഹബിക്ക് 25 വയസ്സ്. ജഹബ് അവിടുന്ന് നല്ല സ്റ്റൈലായിട്ട് നടന്നോട് പോയായിരുന്നു. മിയ അത് നോക്കി, അയ്യോ മൈ ക്രഷ് മൈ ലവ്. ഹീറോയി സൈറ്റ് അടിക്കുക, ചുള്ളിവിടെ സൈറ്റ് അടിക്കുക. ജഹബ് അതിൽ പോകാൻ തുടങ്ങിയത്. ഹീറോയി സീനിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. സീനിയേഴ്സ് ഹീറോയിനെ റാഗിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് ഗേൾസ് ആയിരുന്നു, ബോയ്സ് വേറെയാണ്, ഗേൾസ് വേറെ ആയിരുന്നു. ആ ഗേൾസ് അങ്ങനെ ഹീറോ അവർ റാഗിങ് ചെയ്യുന്നത്. ഇതിൽ കോളേജ് പറഞ്ഞാൽ അവർ ഹീറോയിനെ റാഗിങ് ചെയ്യാൻ തുടങ്ങി ആ ഗേൾസ്. അങ്ങനെയായിട്ട് ഒരു ബൈക്കിൽ വോയിസ് കേട്ടായിരുന്നു. ആ ബൈക്കിൽ ഇറങ്ങിയിട്ട് ഒരാൾ സ്റ്റൈലായിട്ട് ഇറങ്ങിയിട്ട് ഒരാൾ വന്നായിരുന്നു. അവർ കണ്ട് തിരിച്ച്, അയ്യോ യു മിന്നുങ്കി സർ എന്ന് പറഞ്ഞ് അവർ തിരിച്ച് ഓടി. എല്ലാവരും ഓടിപ്പോയിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. എന്തായാലും സർ ഫസ്റ്റ് ഇയർ ആണ്, എൻ്റെ ക്ലാസ് എനിക്കറിയില്ല സർ എന്ന് പറയണം. ശരിപ്പാ വാ എന്ന് പറയാൻ എതിട്ട് പറഞ്ഞ് ക്ലാസ് കാട്ടി പോയായിരുന്നു. ഇങ്ങനെയായിട്ട് എല്ലാവരും വിളിക്കായിരുന്നു. ഇന്ന് ഫസ്റ്റ് ടൈമാണ് എല്ലാവരും ഇൻ്റർവ്യൂ എന്ന് പറയായിരുന്നു. അതെ, എല്ലാവർക്കും സ്റ്റേ അവിടെ പോയിട്ട് സംസാരിക്കുമായിരുന്നു. ഫസ്റ്റ് ആയിരുന്നു അവർ കുറച്ച് മീറ്റിംഗ് പറയും. എല്ലാവരോടും സംസാരിച്ച് എല്ലാവരും പോയിട്ടായിരുന്നു ക്ലാസ്സിൽ വന്ന് ഇപ്പോൾ ക്ലാസ് സ്റ്റാർ വരാൻ പോകുമെന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജഹബ് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങി വരാൻ ക്ലാസ്സൊക്കെ ഹീറോയിൻ്റെ ക്ലാസ് വരാൻ തുടങ്ങിയായിരുന്നു. ജഹബ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, നിങ്ങളുടെ നെയിമല്ല പറ. എൻ്റെ പേര് ജഹബിൻ്റെ പേര് പറഞ്ഞു. ജഹബ് പേര് പറഞ്ഞു. നിങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാവരും പേര് പറയുന്നു. ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് എന്ന് പറഞ്ഞ് ജഹബ് പറഞ്ഞു ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ്. ജഹബ് പറഞ്ഞ കോളേജും ജഹബ് പഠിക്കാനും പിന്നെ ജഹബും കോളേജ് പഠിക്കാൻ പിന്നെ പ്രൊഫസറായിട്ടുണ്ടാവും. ജഹബിൻ്റെ ചേട്ടനക്ക് വരാൻ പറ്റില്ല. ജഹബാണ് ക്ലാസ് എടുക്കാൻ. ജഹബ് ടെൻഷനായി. ജഹബ് ചേട്ടന് ജിനു പറയണേക്കിടാ മോനെ, എൻ്റെ വൈഫ് ഇവിടെ ഹോസ്പിറ്റലിൽ, ഞാൻ വൈഫിനെ ക്യാരിങ് ചെയ്യണടാ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ജഹബിൻ്റെ ചേട്ടൻ വൈഫ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അതെ, അവർക്ക് ഡെലിവറി വരുന്നത് പെയിനാണ്, അതുകൊണ്ട് വൈഫിനെല്ലാം ക്യാരിങ് ചെയ്താൽ പിന്നെ ഞാൻ വരാം ഇവിടെ പറയുന്നു. പറയണേക്കിടാ എൻ്റെ വൈഫ് കുറച്ച് നാൾ പറയണേക്കിടാ എന്ന് പറയണം. ചെറിയ ചേട്ടാ എന്ന് ജഹബ് പറയുന്നു. അങ്ങനെയായിട്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ടൈം ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ എന്നെ പറയാം, നിങ്ങളെ ക്ലാസ് ടീച്ചർ വരും,
ഇപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ ക്ലാസ് ടീച്ചറായിരിക്കും. ജേഹബ് ക്ലാസ് എടുക്കായിരുന്നു. ക്ലാസ് എടുക്കുക എല്ലാ ദിവസവും ജേഹബിന് സൈറ്റ് അടിക്കായിരുന്നു. അതിനായിട്ട് ജേഹബ് ക്ലാസ് എടുത്ത് വെച്ച് കൊടുത്ത് ജേഹബ് ഓടുന്നു പോയായിരുന്നു. ഹീറോ ഹാ ഹാ മൈ ക്രഷ് എന്ന് പറഞ്ഞ് ജൊല്ലു വിട്ട് സൈറ്റ് അടിക്കായിരുന്നു. ഇത് കണ്ട് ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു, ഇങ്ങനെ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ പേര് റോസാണ്. റോസ് പറയായിരുന്നു, ഇങ്ങനെ ചുള്ളു വിട്ടിരുന്നാൽ ജേഹബിന് അനിയത്തെ പേര് മിനി. മിനി പറയാൻ തുടങ്ങിയായിരുന്നു, മിയാ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ സൈറ്റ് അടിച്ചാവില്ല. റോസ് പറയായിരുന്നു, ഇവൾക്ക് വേറെ പണിയില്ല. മിനി പറയുന്നത്, എൻ്റെ ചേട്ടൻ ഓവർ സെറ്റ് അടിക്കണ്ട. എടാ നിൻ്റെ ചേട്ടൻ്റെ പറഞ്ഞു കേൾക്കലടി. മിനി പറയായിരുന്നു, എൻ്റെ വലിയ ചേട്ടന് വൈഫ് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഡെലിവറി പെയിൻ വന്നിട്ടുണ്ട് പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് ചേട്ടനാ ക്ലാസ് എടുക്കാൻ പറഞ്ഞതാ. ഓ അങ്ങനെയാണ് എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പിയാണ്. 3 പേരുടെ ഫ്രണ്ട്സ്, സ്കൂളിലെ ഫ്രണ്ട്സാണ് ഇപ്പോൾ കോളേജ് ഫ്രണ്ട്സ്. അതായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ ജേഹബ് വെച്ച് കണ്ണാടെ സൈറ്റ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഹീറോ ജോലി ഫ്രണ്ട്സ് കൂടെ ഇരുന്നു. ഇപ്പോൾ ഹീറോ ഇപ്പോൾ സെക്കൻഡ് ഇയർക്ക് എത്തിയായിരുന്നു. സെക്കൻഡ് ഇയർക്ക് അങ്ങനെയായിട്ട് ഹീറോ ഫ്രണ്ട്സ് കൂടെ ഭയങ്കര ഹാപ്പി സംസാരിക്കായിരുന്നു. അപ്പോൾ ഹീറോയുടെ മിനി വീട്ടിൽ മിനി ബായ് മിനി എന്ന് പറഞ്ഞ എല്ലാവരും വീട്ടിൽ പോയായിരുന്നു. ഇപ്പോൾ മിനി ഹാപ്പി ആയിട്ട് വന്ന് നോക്കുമ്പോൾ ജേഹബ് പറഞ്ഞേക്ക് മമ്മി എന്താ ഇവിടെ ചെയ്യാം എന്ന് പറയണം. അങ്ങനെയായിട്ട് ജേഹബ് മിനി വന്നിടയിൽ മമ്മി എന്താ മമ്മിയോട് ചെയ്യാം. അതെ മമ്മി പറയായിരുന്നു, പോ മിനി കുളിച്ചിട്ട് വാ എന്ന് പറയുന്നു. മിനി പോയിട്ട് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വന്നായിരുന്നു. എന്താ മമ്മി ഇവിടെ നടക്കുന്നത്, നിന്റെ ചേട്ടർക്ക് പെണ്ണ് നോക്കുന്നതാ. ഇത് മിനിൻ്റെ വീട് ചേഞ്ച് ചെയ്യുന്നു. അയ്യോ എൻ്റെ ചേട്ടർക്ക് പെണ്ണ് നോക്കുക. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കയറ്റി. അയ്യോ ഇത് കാര്യം ഇത് നിർത്താമല്ല. എന്താ മമ്മി പറയുന്നത്. അതെ മോളെ ചേട്ടനക്ക് വയസ്സായില്ലേ. ബക്ക് അത് അതെടി എൻ്റെ ചേട്ടന് വയസ്സായില്ല. ഇപ്പോൾ എൻഗേജ്മെൻ്റ് ആയിട്ട് ഇപ്പം എൻ്റെ ചേട്ടൻ പഠിച്ച ശേഷം മാരേജ് ഇത് കമ്പനി ചെയ്താൽ പിന്നെ ഇപ്പം എൻഗേജ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ്. ഇത് ഹീറോയുടെ വീട് ഫ്രണ്ടിൻ്റെ വീട്. അയ്യോ ഇപ്പം എന്താ ചെയ്യാം. മമ്മി ഇപ്പം ചേട്ടനക്കൊന്നും വേണ്ട മമ്മി, പിന്നെ നോക്കിക്കോളാം എൻ്റെ മിനി പറയായിരുന്നു. എന്താടി നീ പറയണേ. ഇല്ല മമ്മി എൻ്റെ ഫോട്ടോസ് കാട്ടായിരുന്നേ. ജേഹബ് പറയായിരുന്നു, എനിക്ക് പിള്ളേരെ പിടിച്ചില്ല. ജേഹബ് പറഞ്ഞേക്ക്. അപ്പം മിനി പറയായിരുന്നു, ചേട്ടാ നിനക്ക് ഞാൻ പെണ്ണ് നോക്കട്ടെ ചേട്ടാ. ശരി ടീ മിനി കുട്ടി നോക്കിക്കോ. ശരി ചേട്ടാ എന്ന് പറയാം. മിനി പറയാം, ഞാൻ നോക്കുമോ ചേട്ടനക്ക് പെണ്ണ് എന്ന് പറഞ്ഞ് മിനി ഫോട്ടോസ് നോക്കുമായിരുന്നു.